നിങ്ങളൊരു റൂമിലേക്ക് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലേക്ക് ചെല്ലുന്നു. വിത്തിൻ 3 seconds യു ഓൾറെഡി സ്കാൻഡ് എവറി ഫേസസ്, അവരുടെ മൂഡ് ഷിഫ്റ്റ്, അവരുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ. ഇഫ് യു തിങ്ക് ദാറ്റ്സ് ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇറ്റ്സ് നോട്ട്, ഇറ്റ്സ് ഹൈപ്പർ വിജിലൻസ്. ഒരറിവാകുന്നതിന് മുമ്പ് തന്നെ ഇത് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിയർ ഈസ് വാട്ട് ഹാപ്പൻഡ്. ഏകദേശം 3 മുതൽ 9 വയസ്സിനിടയിൽ എപ്പോഴൊക്കെയോ യുവർ എൻവയൺമെൻറ്റ് ബിക്കം അൺപ്രഡിക്റ്റബിൾ. പ്രത്യേകിച്ചൊരു കാരണമില്ലാതെയോ നിങ്ങൾക്കറിയാത്ത കാരണങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെയോ ബിഹേവിയറിലോ മൂഡിലോ ഉണ്ടാകുന്ന ഷിഫ്റ്റ് ആവാം. മേ ബി നിങ്ങളുടെ വീട്ടിൽ പെട്ടെന്നുണ്ടാകുന്ന നിശബ്ദത, നിങ്ങളുടെ പേരൻസ് പാലിക്കുന്ന സൈലൻസ് മീൻസ് സംതിങ് ബാഡ് വാസ് കമ്മിങ് ഫോർ യു. മേ ബി യു ലേൺഡ് റീഡിംഗ് ദ റൂം കറക്റ്റ്ലി വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നോർമൽ ഡേ ആൻഡ് എ ടെറിബിൾ വൺ. സോ യുവർ അമിഗ്ഡാല ഡിഡ് വാട്ട് ഇറ്റ്സ് ഡിസൈൻ ടു ഡു. ഇറ്റ് അഡാപ്റ്റഡ്. ഒരു ശരാശരി ഹ്യൂമൻ ബീയിങ്ങിൻ്റെ തലച്ചോറിന് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് ഈ അമിഗ്ഡാല അതിൻ്റെ ത്രെട്ട് ഡിറ്റക്ഷൻ സെൻസിറ്റിവിറ്റി ഉയർത്തി. യു ബിക്കം എ വാക്കിംഗ് റഡാർ. മൈക്രോ എക്സ്പ്രഷൻസിലുണ്ടാകുന്ന ചെറിയ മാറ്റം, ടോണിലുണ്ടാകുന്ന ഷിഫ്റ്റ്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വ്യക്തി കുറച്ച് ഹാർഡായിട്ട് ഒരു ഗ്ലാസ് ടേബിളിലേക്ക് വെച്ചാൽ യു ക്യാച്ച് ഓൾ ഓഫ് ഇറ്റ്. മേ ബി മറ്റുള്ളവർ പറയും യു ആർ സോ പെർസെപ്റ്റീവ്, സോ സെൻസിറ്റീവ്, സോ ഇമോഷണലി അവെയർ, യു ആർ ഗുഡ് അറ്റ് റീഡിങ് പീപ്പിൾ. നിങ്ങളും ഇത് നിങ്ങളോട് പറയുന്നുണ്ടാവും. യു ആർ നോട്ട് റീഡിങ് പീപ്പിൾ, യു ആർ സ്കാനിങ് ഫോർ ത്രെറ്റ് ആൻഡ് കോളിങ് ഇറ്റ് എ സ്കിൽ. നിങ്ങൾ ഇതിന് കൊടുക്കേണ്ടി വരുന്ന വില യുവർ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, ക്രിയേറ്റീവ് തിങ്കിങ്, ലോങ് ടൈം പ്ലാനിങ്, കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ് തുടങ്ങിയ കോഗ്നിറ്റീവ് ഫങ്ഷൻസിന് റെസ്പോൺസിബിളായ ഈ ബ്രെയിൻ പാർട്ട് ഫങ്ഷൻ ചെയ്യാൻ റിസോഴ്സസ് ഇല്ലാതെ ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർവിങ് ഫോർ റിസോഴ്സസ് ബിക്കോസ് യുവർ അമിഗ്ഡാല കൺസ്യൂം ദ ഹോൾ മെറ്റബോളിക് ബഡ്ജറ്റ്. നിങ്ങൾ നടത്തുന്ന ഓരോ ഇൻട്രാക്ഷനിലും നിങ്ങളുടെ ബ്രെയിൻ ഒരു ത്രെട്ട് സിമുലേഷൻ റൺ ചെയ്യും. ദാറ്റ് ബേൺസ് ദ സെയിം ഗ്ലൂക്കോസ് യു നീഡ് ഫോർ യുവർ ആക്ച്വൽ ലൈഫ്. That's why you are tired and you don't know why. That's why you can't focus and you blame the discipline. മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്ന, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഷ്യൽ ഈവൻറ്റിന് ശേഷം you feel completely drained. Your nervous system is running a wartime protocol in peacetime and it doesn't know how to stop. Because last time അത് സ്റ്റോപ്പ് ആയപ്പോൾ something bad was happened. So it just keeps scanning. സ്വയം റിലാക്സ് ആകാൻ നിങ്ങൾ ഫോഴ്സ് ചെയ്താലും ദർ വിൽ ബി നോ വേ ഔട്ട്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം നിങ്ങൾ കൊടുക്കുന്ന കമാൻഡിനോട് റെസ്പോണ്ട് ചെയ്യില്ല. ഇറ്റ് ഓൺലി റെസ്പോൺസ് ടു എവിഡൻസ്. യു ഹാവ് ടു ഗീവ് റിപ്പീറ്റഡ് പ്രൂഫ് ദാറ്റ് ദ റൂം എവറി ഇൻറ്ററാക്ഷൻ ഈസ് സേഫ്. അതായത് ആ സൈലൻസ് അത് ഡേഞ്ചറസ് അല്ല. ആ ന്യൂട്രൽ ഫേസ് ഒരു കോൺഫ്ലിക്റ്റിന് 2 സെക്കൻഡ് മുമ്പുള്ള പ്രിപ്പറേഷൻ അല്ല. ദാറ്റ് ടേക്സ് ടൈം, ദാറ്റ് ടേക്ക് ഡെലിബറേറ്റ് എക്സ്പോഷർ. പതിയെ നിങ്ങൾ തിരിച്ചറിയും, ദ തിങ് യു ഹാവ് ബീൻ കോളിങ് എ സൂപ്പർ പവർ ഈസ് ആക്ച്വലി എ സ്കാർ.